ഹലോ വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് ബ്രൊക്കോളി തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. ഇപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയ ശേഷം ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കഴുകാൻ വേണ്ടി നോക്കുക. നമ്മൾ കോളിഫ്ലവറൊക്കെ കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഈ ബ്രൊക്കോളിക്കകത്ത് പുഴു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകുക. ബ്രൊക്കോളി വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും വിനാഗിറും കൂടി ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പം ചെറിയ പുഴുവോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്നോളും. ഈ ഒരു പാത്രം ചൂടാക്കിയതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. സവാള ചേർത്ത് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബ്രൊക്കോളി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായി കുക്കായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയുടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.